ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് നല്ല തേങ്ങാമുറി അഥവാ എഗ്ഗ് കബാബിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. എഗ്ഗ് കബാബ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അതുകൊണ്ട് 4 ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ ഉള്ളിയാണ് ചേർത്തത്. ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ഇങ്ങനെ തന്നെ അരിഞ്ഞെടുത്താൽ നമുക്ക് കബാബ് റെഡിയാക്കുമ്പോൾ നല്ല സുഖത്തിൽ കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഉപ്പ് പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പം മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പൗഡറായിട്ട് ആ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. കുറഞ്ഞൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മൈദപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് 8 മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കബാബ് റെഡിയാക്കാം. അതിന് വേണ്ടി ആദ്യം മുട്ട എല്ലാം ഒന്ന് മൈദക്കൂട്ടിൽ കോട്ട് ചെയ്യണം. മൈദപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി. എല്ലാ മുട്ടയും ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മുട്ടയും മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടെടുത്ത് മുട്ടയിൽ റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് മുട്ട നന്നായി മറയണ രീതിയിൽ വേണം. ഫുൾ കവറാവണം. നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കൂട്ടിയാൽ കയ്യുമ്മൽ മൈദ അല്ല, പൊട്ടാറ്റോൻ്റെ കൂട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു തേങ്ങയുടെ ഷേപ്പ് തന്നെ. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ 8 മുട്ടയും നന്നായിട്ട് പൊട്ടാറ്റോയുടെ മിക്സിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും മൈദക്കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ബ്രെഡിൽ ഡബിൾ കോട്ട് ചെയ്ത് വെച്ചതാണ്. ഒന്ന് മാത്രമേ ഞാൻ ഡബിൾ കോട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ തവണ നമ്മൾ ഇതിൽ മൈദക്കൂട്ടിൽ മുക്കിയ ശേഷം ഒരു തവണ ബ്രെഡ് ക്രംസിൽ
കോട്ട് ചെയ്ത് വെച്ചതാണിത്. ഇനിയും ഒന്നുകൂടി മൈദക്കൂട്ടിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി കോട്ട് ചെയ്യാണ്. ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തേങ്ങാമുറി എന്നുള്ള ആ പേര് പോലെ തന്നെ നല്ല വലിപ്പവും തോന്നിക്കും, നല്ല ഫിനിഷിങ്ങും കിട്ടും. നന്നായിട്ട് ഒന്ന് അമർത്തി വീണ്ടും ഒന്ന് റോൾ ചെയ്താൽ നല്ല തേങ്ങയുടെ പോലെ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതിനു വേണ്ടിയാണ് ഡബിൾ കോട്ടിങ് ചെയ്തത്. ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇതുപോലെയാണ് ഡബിൾ കോട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ എഗ്ഗ് കബാബും പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. എല്ലാം ഓൾറെഡി വെന്തതാണ്, എന്നാലും സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ബ്രൗൺ കളറാവുന്നത് വരെ, ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി എഗ്ഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാമുറി എന്നൊക്കെ പറയും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.